എല്ലാവർക്കും നമസ്കാരം. പ്രാണപ്രതിഷ്ഠ. നമ്മളെല്ലാം ക്ഷേത്രങ്ങളിൽ പോവുകയും അവിടെ നമ്മൾ തൊഴുകയൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ പലപ്പോഴും ആ ഒരു ഡിവൈൻ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൽ കൃഷ്ണനും രാമനും ശിവനും ദേവിയും എല്ലാം തന്നെ നമുക്കെപ്പോഴും കുറേ കഥാപാത്രത്തിൽ അല്ലെങ്കിൽ മിസ്ട്രിക്കലായിട്ട് ഉപരി എന്തൊക്കെയോ കുറേ ധാരണകൾ കൊണ്ട് നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന ഒരു തലത്തിലാണ്. ഭക്തിമാർഗത്തിൽ ഏറ്റവും നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. തന്ത്രയുടെ ലെവലിലേക്ക് വരുമ്പം, താന്ത്രികമായിട്ടുള്ള രീതിയിൽ വരുമ്പോൾ ഈ ഡിവൈനെയെല്ലാം ഉയർന്ന ഒരു മനുഷ്യൻ തന്നെ നിർമ്മിക്കുന്നതാണ്. ഒരു യോഗി അല്ല ഒരു സിദ്ധൻ, ഇങ്ങനെയുള്ള ആളുകളാണ് എപ്പോഴും ഡിവൈനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സാധാ മനുഷ്യൻ അവൻ്റെ ഊർജം, യോഗയിൽ എപ്പോഴും പറയും വീര്യം, അല്ലെ നമ്മളിപ്പോൾ പറയുന്ന സെക്ഷൽ എനർജി, ഈ ഒരു എനർജിയെ താഴ്ന്ന ലെവലിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നതും കുട്ടിയെ ഉൽപ്പാദനമൊക്കെ. ഒരു കുഞ്ഞുണ്ടാവുന്നത് പോലും അല്ല, ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനുണ്ടാവുന്നത് പോലും എത്രയോ ഈ രാജ്യത്തിനും അല്ല ഈ ലോകത്തിനും വേണ്ടി എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഒരു ചെറിയൊരു എനർജിയിൽ. അപ്പം ആ ഒരു ഊർജത്തെ ഉയർന്ന നിലവാരത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു ഡിവൈൻ പോസിബിലിറ്റി അല്ലെങ്കിൽ ഡിവൈൻ മാനിഫെസ്റ്റേഷൻ നടത്തുന്ന സമയം, അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രാണപ്രതിഷ്ഠ എന്നുള്ളത്. ഒരു യോഗിയുടെ അല്ലെങ്കിൽ ഒരു താന്ത്രികൻ്റെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഉയർന്ന ചിന്താശക്തിയോട് നിൽക്കുന്നതാണ്. ആ ഒരു സൂര്യബുദ്ധി എന്ന് പറയും, പ്രകാശം നിറഞ്ഞ ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു ഊർജം പല രീതിയിലുള്ള ഉയർന്ന മാനിഫെസ്റ്റേഷനുള്ള പോസിബിലിറ്റീസ് ആക്കി തീർക്കും. അത് ഭൗതികത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആത്മീയ ജീവിതത്തിലേക്കും വരാനായിട്ടും വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ ഊർജ നിർമ്മാണം ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് സ്വാധിഷ്ഠാന ചക്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്ന ഒരു മിസ്ട്രിക്കലായിട്ടുള്ളൊരു ചക്രമാണ്. അവിടെയാണ് നമുക്കറിയാം നമ്മുടെ ലൈംഗികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൽ എനർജി ഉള്ളത് പോലും. ആ ഒരു ഊർജത്തിൻ്റെ ഉയർന്നൊരു ഊർജ ക്രമീകരണത്തിലാണ് എപ്പോഴും നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത്. അങ്ങനൊരു പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത്, ഉയർന്ന ഒരു പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് യോഗികൾ തന്നെ അവർ ബോഡി ലെഫ്റ്റായി പോകും. എന്ന് വെച്ചാൽ അവർ ആ ഒരു പരബ്രഹ്മത്തിൽ, അറിയാമല്ലോ എപ്പോഴും നമ്മൾ സമാധി എന്ന് പറയുന്നത് ഒരു വ്യക്തി രോഗം വന്ന് മരിക്കുന്നതിനല്ല നമ്മൾ സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറയുന്നത് ഒരു യോഗി തന്നെ നിശ്ചയിച്ചുകൊണ്ട് അവർ പറയുകയാണ് അവരുടെ ശിഷ്യന്മാരോടും അല്ലെങ്കിൽ അവരുടെ കൂടുള്ളവരോടും പറയുവാണ്, ഞാൻ എൻ്റെ ബോഡി ലെഫ്റ്റ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രാണനെ തന്നെ, സുഷമയിലിരിക്കുന്ന പ്രാണനെ കൊണ്ടുവന്ന് സഹസാരയിൽ വെച്ച്, സഹസാര എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്, നമ്മുടെ 7ാം ചക്രം, ആ പരബ്രഹ്മത്തിൽ കൊണ്ടുവന്ന് ലയിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രാണനെ വിടുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് സമാധി എന്ന് പറയുന്നത്. അത് സിദ്ധന്മാരാണ് അല്ലെങ്കിൽ യോഗികളാണ് ആ രീതിയിൽ അവർ ആ സത്യത്തെ റിയലൈസേഷൻ ചെയ്ത് ആ ഒരു ട്രൂത്ത് സെൽഫിലേക്ക് അല്ലെ ഒരു പരമമായിട്ടുള്ള ആ അവബോധത്തിലേക്ക് പോയി ലയനം ചെയ്യുന്ന ഒരു ക്രമീകരണത്തിനാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഉയർന്ന പ്രതിഷ്ഠ ചെയ്യുന്ന സമയം ചില സമയത്ത് അല്ലെങ്കിൽ ചില രീതിയിൽ, ഇപ്പോൾ ഭോഗര് പളനിയിലെ പ്രാണപ്രതിഷ്ഠ ചെയ്ത സമയത്ത് അതിൽ തന്നെ ലയനം ചെയ്തു. അല്ലെ ശബരിമലയിലെ ശാസ്താവ് എന്ന് പറയുന്നത് ശാസ്താവ് അയ്യപ്പൻ ശാസ്താവിലേക്ക് പോയി ലയനം ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഉയർന്ന യോഗികൾ ഉയർന്നൊരു പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന സമയം ചില റീസൺസ് കൊണ്ട് തിരിച്ചവരുടെ ബോഡി കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ അവരതിലേക്ക് ആ ഊർജം കുണ്ടലിനി ഒത്തിരിയും ഉയർത്തി ആ ചൈതന്യത്തെ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയം അവരുടെ ബോഡി അത്രയും താങ്ങാൻ പറ്റാതെ തിരിച്ചവരുടെ ബോഡി ഈ എനർജിയിൽ നിൽക്കാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ അവർ ഉയർന്നു കഴിയുമ്പോൾ ആ ബോഡിക്ക് പറയാമല്ലോ, നമ്മളിപ്പം ഒരു വാട്ടർ ടാങ്കിൽ പരിമിതിയുണ്ട് ഒരു വെള്ളം നിറച്ച് വെക്കുന്നതിന്, അതേപോലെ പരിമിതി കൊണ്ടിരിക്കുകയും അതിനുശേഷം അവർ ഉയർന്നൊരു പ്രതിഷ്ഠയ്ക്ക് ശേഷം അവരുടെ ബോഡിയും മൈൻഡും താങ്ങാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലും അവരവരുടെ ബോഡി പോലും ലെഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്രമീകരണമുണ്ട്. അപ്പം എന്താണ് പ്രാണപ്രതിഷ്ഠ എന്ന്? പ്രാണപ്രതിഷ്ഠയ്ക്ക് പല വേരിയൽസും പല ലെവലുണ്ട്. ചിലത് ചില ശ്രീവിദ്യയിലൂടെ, ചിലത് ചില രീതിയിൽ, അതെല്ലാം നോർമലായിട്ടൊരു ക്രമീകരണത്തിലൂടെ ഓരോ പൗർണമിയും ഓരോ അമാവാസ്യയും എല്ലാം കഴിയുന്ന സമയത്ത് അതിൻ്റെ ഊർജം കൂടിയാണ് അതൊരു മഹാക്ഷേത്രമായോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാണൻ കൂടുതലും കയറി നിറഞ്ഞ് ആ ഡിവൈൻ്റെ ആ എനർജി അങ്ങോട്ട് കുറേ ഇടത്തേക്ക് കുറേ യോഗികൾക്കും സാധകർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നത്.
അതേസമയം ഒരു സിദ്ധൻ ചെയ്യുന്ന പ്രാണപ്രതിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ അവിടെ ആ ഒരു ഉയർന്ന തലത്തിൽ അത് കൊണ്ടുവരുവാണ്. ഒരു സിദ്ധൻ എന്ന് പറയുന്ന ഒരു ഹഠയോഗിയും കൂടിയാണ്. സൂര്യനെയും ചന്ദ്രനെയും കൂടി അദ്ദേഹത്തിൻ്റെ ഊർജ്ജത്തിൽ ലയിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. അത് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ എന്തുണ്ടാകും, അവിടെ ആ ഒരു പോസിബിലിറ്റി ഒറ്റയടിക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് പല വേരിയസ് ആയിട്ടുള്ള ലെവൽസ് ഉണ്ട്. പിന്നെ എപ്പോഴും ഉയർന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് നമ്മളെ സാധാ ഒരു സാധാ ഒരു സാധകർക്കുള്ള ഏറ്റവും വലിയൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഉയർന്ന പ്രാണപ്രതിഷ്ഠ സമയത്ത് അതിൽ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ്. ഒരു പങ്കാളിത്തം ഒരു പ്രാണപ്രതിഷ്ഠയിൽ നമ്മൾ വഹിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എസ്റ്റസിയിലേക്ക് പൂർണ്ണമായിട്ടും ആ ഏറ്റവും ഉയർന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് എന്താണോ എനർജി പാസ്സാവുന്നത് അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്നൊരു ആത്മമുക്തി അല്ലെങ്കിൽ നമ്മുടെ ആ കർമ്മ ക്ലീനിങ് അവിടെ നിന്ന് വെച്ച് നടക്കുകയാണ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പൂർണ്ണമായിട്ടും ഒരു അവയർനെസ്സും ആ ഒരു നോളജിലേക്കും നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മൾ പ്യുവറായിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്താണെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവിടെ സ്റ്റെബിലിറ്റി ആവുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഒരു ഉയർന്ന പ്രാണപ്രതിഷ്ഠ സമയത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അത്രയേറെ പോസിബിലിറ്റിയാണ് ഓരോ പ്രാണപ്രതിഷ്ഠ സമയത്തും ഉണ്ടാവുന്നത്. അപ്പോൾ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു പുഷ്പം എടുത്തിട്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മന്ത്രജപം കൊണ്ടോ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒരു രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ കാലക്രമേണയാണ് അവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞ് അവിടെ ഒരു ഡിവൈൻ്റെ പോസിബിലിറ്റി വരുന്നത്. പക്ഷെ ഉയർന്ന പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഒരു ഹൈ പോസിബിലിറ്റി അല്ലെങ്കിൽ അവിടെ ആ ഡിവൈനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ യോഗിയുടെ പ്രാണനും കൂടി അവിടെ കുണ്ടലിനി ചൈതന്യം ലയിപ്പിക്കുന്ന ഒരു ക്രമീകരണമാണ്. എന്നാൽ മാത്രമാണ് അത് ഉയർന്ന ഒരു പോസിബിലിറ്റിയായി മാറുകയും ഒക്കെ ചെയ്യുന്നത്. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ അങ്ങനെ ഉയർന്ന പ്രാണപ്രതിഷ്ഠകൾ നടന്നിട്ടുള്ളൊരു ഭൂമി കൂടിയാണ് നമ്മുടെ ഈ ഒരു ഭാരതം എന്ന് പറയുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ള ഉയർന്ന പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത് എപ്പോഴും നാഗങ്ങളുടെ ആയിരുന്നു. നാഗങ്ങളുടെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് എപ്പോഴും ഒരു യോഗി അല്ലെങ്കിൽ നമുക്ക് ഒരു ഗുരുക്കന്മാരല്ല ഈ ഭാരതത്തിലുള്ളത്, 10,000 ഗുരുക്കന്മാരുണ്ട്. ഈ ഗുരുക്കന്മാരെല്ലാം എപ്പോഴും പറയാമല്ലോ, ചിലത് ആരും ഒന്നും പറഞ്ഞു നൽകിയിട്ടില്ല. നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുരിശിലരയ്ക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യന് മനസ്സിലാവാത്തത് കൊണ്ട്. അപ്പോൾ മനുഷ്യ മനസ്സിന് മനസ്സിലാവാത്ത കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ ഗ്രഹണശേഷി അത്രയേ ഉള്ളൂ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിച്ചറിവേ ഉള്ളൂ ഓരോ മനുഷ്യനും. അത് മാത്രമേ മനുഷ്യ മനസ്സിൽ അത് മനനം ചെയ്ത് കൊടുക്കത്തുള്ളൂ. പിന്നെയും യോഗി തലത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, മായയിൽ നിന്ന് ജന്മജന്മാന്തരം എടുത്താണ് ഓരോ ആത്മാക്കളും എന്താണ് സോൾ എന്നുള്ളൊരു റിയലൈസേഷൻ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തുന്ന സമയത്താണ് നമുക്കിതെല്ലാം അറിയണമെന്നും ഇതിലൊക്കെ എന്തൊക്കെയോ കാമ്പുണ്ടെന്നും അറിഞ്ഞ് നമ്മളും ആ ഒരു അവയർനെസ്സിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഗുരുക്കന്മാരും ഈ 10,000-ഓളം ഗുരുക്കന്മാരും അവരെല്ലാം അവരുടെ കുണ്ടലിനി ചൈതന്യത്തിൽ അവരറിഞ്ഞ ജ്ഞാനവും ആ ബോധവും ആ ഒരു മധുരവും എല്ലാം തന്നെ പല രീതിയിലും പലയിടത്തുമായിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ നാഗരാജാവും നാഗേക്ഷ്യം ഇടയും പിങ്കളയും കൂടി ചേർന്നതിൻ്റെ നടുവശത്തായിട്ട് ആ ഒരു യോഗീശ്വര സമാധി പോലൊരു ചിത്രകൂടമൊക്കെ നമ്മുടെ പല കേരളത്തിൽ പോലും കാണാനുള്ളത്. അവിടെ എല്ലാം അവർ സ്വീകരിച്ചതെല്ലാം അവിടെ തന്നെ നിക്ഷേപിച്ചിട്ടുമുണ്ട് അവർ. അതേപോലെയാണ് അത് പറഞ്ഞില്ല, അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ക്രമീകരണമാണ്. നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ പ്രാണനെ അതിലേക്ക് നമുക്കും കൂടി ധ്യാനത്തിൽ ലയനം ചെയ്യാൻ സാധിച്ച് നമ്മളും ആ ഒരു അവയർനെസ്സിലേക്കും നമ്മളും ആ ഒരു ബോധതലത്തിലേക്കും നമ്മുടെ ആ ചിന്തയും ആ പ്രവൃത്തിയും എല്ലാം തന്നെ എന്താണോ നമ്മുടെ ജീവന്റെ അടിസ്ഥാനം, ആ അടിസ്ഥാനത്തിലേക്ക് നമ്മളും കൂടി ഉറച്ചു നിന്ന് പോകുന്നൊരു ക്രമീകരണത്തിലേക്കാണ് അവരെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഉയർന്ന പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ആ പ്രാണനെയും ആ കുണ്ടലിനി ചൈതന്യത്തെയും കൂടി അവിടെ കൊടുക്കുമ്പോഴാണ് ഒരു യോഗി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാ നദികളും ഒഴുകിയെത്തുന്നത് ഒരു സമുദ്രത്തിലേക്കാണ്. അപ്പം ഈ നദിക്ക് എങ്ങോട്ടാ പോകേണ്ട വഴി എന്നറിയാനായിട്ട് അവിടെ ചെന്ന് ധ്യാനം ചെയ്യുന്ന സമയത്ത് ആ കുണ്ടലിനി ചൈതന്യം മുകളിലേക്ക് ഉയരുകയും അവരുടെ അവയർനെസ്സും ആ സ്റ്റെബിലിറ്റിയും ആത്മീയ മധുരവും അനുഭവിക്കുമ്പോഴാണ് എല്ലാവർക്കും അത് വേഗമായി കെട്ടാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നദി എങ്ങോട്ടേക്കോ കടന്ന് എന്ത് ചെയ്യും, ഒഴുകാതെ തങ്ങി നിന്നൊക്കെ പോകുന്നത് പോലെ പലയിടത്തും പല തടസ്സങ്ങളും വരുന്ന സമയത്തും അവിടെ നിന്നെല്ലാം വിട്ട് കറക്റ്റായിട്ടുള്ള വേവിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു ഊർജ്ജം കത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ക്രമീകരണമാണ് എപ്പോഴും പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. പ്രാണനെ സമർപ്പിച്ചുകൊണ്ടുള്ളതാണ് വലിയൊരു പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ചക്രങ്ങളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയും ചെയ്യുന്നതും പ്രാണപ്രതിഷ്ഠ തന്നെയാണ്. എന്നാലും അതിൻ്റെ വേരിയസ് ആയിട്ടുള്ള ലെവൽസ് പല തലങ്ങളാണ്. അപ്പം പല ആൾക്കാർക്കും ഉള്ളൊരിതാണ് എന്താണ് പ്രാണപ്രതിഷ്ഠ എന്ന്. ഉയർന്നൊരു പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ആ യോഗിയുടെ കുണ്ടലിനി ചൈതന്യം തന്നെ അവിടെ കൊടുത്ത് മറ്റുള്ളവർക്കും കൂടി ആ ഒരു ആത്മീയ മധുരത്തിലേക്ക് പോകാനായിട്ടുള്ളതാണ് ഏറ്റവും ഉയർന്ന പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.